ഹായ് ബുദ്ധിയുടെയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ബഡ്സിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ സിറ്റിങ്ങിൽ TNT ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്ഥാവര ജംഗമവസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന നിരവധി കംപ്ലൈൻറ്റുകൾ ബഡ്സ് അതോറിറ്റി അറിയിക്കുകയായിരുന്നു. അപ്പോൾ പാലക്കാടും തൃശ്ശൂരുമായിട്ട് 508 കേസാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. TNT ചിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കളക്ട് ചെയ്തിരിക്കുന്നത് 50 കോടിയിലോ ഏറെ രൂപയാണെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന തോമസ് ആൻഡ് നെൽസൺ തോമസ് ആണ് ഇതിൻ്റെ മുഖ്യ കണ്ണികൾ. അദ്ദേഹവും 13 അംഗ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമാണ് ഇത്രയും ആൾക്കാരെ പറ്റിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കുറേ കുറികൾ നടത്തുകയും അതിൽ നിന്നൊക്കെ ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു. പബ്ലിക്കിനെ ചീറ്റ് ചെയ്യണമെന്നുള്ള ഗൂഢ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ചിറ്റ് ഫണ്ട് ആക്ടിൻ്റെ വയലേഷൻ കൂടിയാണ് എന്നാണ് ബഡ്സിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ ആ ഒരു ഓർഡറിൽ പറയുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രാർ ഡിപ്പാർട്ട്മെൻറ്റ്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ബാക്കിയെല്ലാ മോട്ടോർ വാഹന വകുപ്പിന് എല്ലാവർക്കും തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ എല്ലാ സ്ഥാവര ജംഗമവസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്ത് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട്. ബൈ.